നമസ്കാരം. കനത്ത നാശനഷ്ടങ്ങൾ വിതച്ച പ്രളയ ദുരിതത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന നേപ്പാളിൽ വീണ്ടും മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ട് എന്ന ചൈനയുടെ മുന്നറിയിപ്പ് ഒരു ഇടുത്തി പോലെയാണ് നേപ്പാൾ ജനങ്ങൾ കേൾക്കുന്നത്. ടിബറ്റ് അതിർത്തിക്ക് സമീപം ചൈനയിൽ പുതുതായി രൂപപ്പെട്ട തടാകത്തിന്റെ മൺതിട്ട 72 മണിക്കൂറിനകം ഏത് നിമിഷവും തകരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ചൈനയിലെ ചോചൻ ഗോള, പുരേപു, സാങ്പോ എന്നീ നദികളുടെ സംഗമ സ്ഥാനത്താണ് വലിയൊരു പുതിയ തടാകം രൂപപ്പെട്ടിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെയോടുകൂടി ഇതിൽ ഏകദേശം 20 ലക്ഷം ഘനമീറ്റർ വെള്ളം സംഭരിക്കപ്പെടുകയും ഇത് കവിഞ്ഞൊഴുകാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തടാകത്തിലേക്ക് 30 ലക്ഷം ഘനമീറ്റർ വെള്ളം കൂടി ഒഴുകി എത്തും എന്ന് ഇത് മൺതിട്ട തകരാൻ സാധ്യതയുണ്ട് എന്നും ചൈനീസ് ജലവിഭവ മന്ത്രാലയം വിലയിരുത്തി കഴിഞ്ഞു. അപകടമുണ്ടായാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുന്നതിനായി ചൈനീസ് എഞ്ചിനീയർമാർ അടിയന്തര നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ മുൻകരുതലിന്റെ ഭാഗമായി ഭോട്ടേഘോഷി, അതുപോലെ തന്നെ തൃശൂലി, നാരായണി നദികളുടെ തീരങ്ങളിലുള്ള ജനങ്ങളോട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കാൻ നേപ്പാൾ ഭരണകൂടം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റ് 26-ന് നേപ്പാളിൽ വൻ നാശനഷ്ടം ഉണ്ടാക്കിയ പ്രളയത്തിന് കാരണം ഈ ലാങ്താങ് ലിറുങ് പർവ്വതനിരയിലെ ഭീമൻ ഹിമപാതമായിരുന്നു. 5200 മീറ്റർ ഉയരത്തിൽ നിന്ന് ഹിമപാളി ഭോട്ടേഘോഷിയുടെ പോഷക നദിയായ ലെൻഡയിലേക്ക് പതിക്കുകയായിരുന്നു. തുടർന്ന് ഹിമപാളികളും മണ്ണും പാറക്കല്ലുകളും ചേർന്ന് രൂപപ്പെട്ട സ്വാഭാവിക അണക്കെട്ട് പെട്ടെന്ന് തകർന്നതോടുകൂടി സെക്കൻഡിൽ 5850 ഘനമീറ്റർ എന്ന ഭീകരമായ നിരക്കിലാണ് പ്രളയജലം കുത്തി ഒലിച്ച് എത്തിയത്. ഇതേസമയം ചൈനയിലെ ടിബറ്റിലുള്ള ഗിറിഗോഗ് അതിർത്തിയിലുണ്ടായ ഉരുൾപൊട്ടലും ദുരിതത്തിന്റെ ആഘാതം കൂട്ടി എന്ന വാർത്തയുണ്ട്. ആഗോള താപന വർധനവാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമെന്ന് ഇന്റർനാഷണൽ സെന്റർ ഫോർ ഇന്റഗ്രേറ്റഡ് മൗണ്ടൻ ഡെവലപ്മെന്റ് ചൂണ്ടിക്കാണിക്കുന്നു. ഹിമാലയത്തിൽ മഞ്ഞുപാളികൾ ഉരുകി രൂപപ്പെടുന്ന തടാകങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. 2005-ൽ ഏകദേശം 1900 ആയിരുന്ന ഹിമാലയൻ ഹിമതടാകങ്ങളുടെ എണ്ണം ഇപ്പോൾ 2600-ലധികമായി ഉയർന്നിട്ടുണ്ട്. ഇത് ഭാവിയിലും വലിയ ഭീഷണിയാണ് എന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. നേപ്പാളിന്റെ 4 മധ്യ ജില്ലകൾ സംഹാര താണ്ഡവമാടിയ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389-ആയി ഉയർന്നു. നേപ്പാളിൽ 910 പേരെയും ടിബറ്റിൽ 558 പേരെയും കാണാതെയായി. ഇതിൽ 31 രാജ്യങ്ങളിൽ നിന്നുള്ള 476 വിദേശികളടക്കം 590 വിനോദസഞ്ചാരികളും ഉണ്ട്. ഇന്ത്യക്കാരായ 290 പേരെ കാണാനില്ലെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഇന്ത്യക്കാർ ആരും മരിച്ചതായി സ്ഥിരീകരണമില്ല. മഞ്ഞുമല അടർന്നു നദിയിൽ പതിച്ചതിനെ തുടർന്നാണ് പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും വിഴുങ്ങിയ മിന്നൽ പ്രളയം ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യയും ഇറങ്ങിയിട്ടുണ്ട്. റസുവ, ധാൻഡിങ്, നുവോകോട്ട്, ചിത്വാൻ ജില്ലകളെയാണ് പ്രളയം തകർത്തത്. ഡസൻ കണക്കിന് ചെറു പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും തകർത്തെറിഞ്ഞ പ്രളയജലം തൃശൂലി, നാരായണി നദികളിലേക്കാണ് ഒഴുകിയെത്തിയത്. ഇതിനിടെ ഒട്ടേറെ പാലങ്ങളും ജലവൈവിധ്യ പദ്ധതികളും തകർന്നു. കാഠ്മണ്ഡുവിൽ നിന്ന് 160 കിലോമീറ്റർ അകലെയുള്ള റസുവ ജില്ലയിൽ വലിയ ഉയരത്തിൽ വെള്ളമെത്തി കെട്ടിടങ്ങളെ തകർത്തെറിയുന്നതിന്റെ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. ഭൂചലനമാണ് മിന്നൽ പ്രളയത്തിന് കാരണമായതെന്നായിരുന്നു ആദ്യ നിഗമനം. എന്നാൽ മഞ്ഞുപാളി അടർന്നതാണ് കാരണമെന്ന് US ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കി. കാഠ്മണ്ഡുവിനെ വിവിധ ജില്ലകളുമായി ബന്ധിപ്പിക്കുന്ന നഗ്ദുംഗ മഗ്ലിംഗ് ദേശീയപാത പൂർണ്ണമായി തകർന്നതോടുകൂടി രക്ഷാപ്രവർത്തനവും ദുസ്സഹമായിരിക്കുകയാണ്. ചൈനീസ് അതിർത്തിക്ക് സമീപമുണ്ടായ ഹിമപാതത്തെ തുടർന്ന് നദിയിലെ ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് നേപ്പാളിൽ പ്രളയത്തിന് കാരണമായത്. 826ഓളം പേരെ കാണാതായിട്ടുണ്ടെന്ന് നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. കാണാതായവരിൽ 300ഓളം ഇന്ത്യൻ വിനോദസഞ്ചാരികളും ഉൾപ്പെടുന്നുണ്ടെന്ന് നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖാന സ്ഥിരീകരിച്ചു. പ്രധാന പാതകളും പാലങ്ങളും തകർന്നതിനെ തുടർന്ന് രാജ്യത്ത് ഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെടുകയാണ്. അടിയന്തര സാഹചര്യം നേരിടാൻ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയതായി ഉത്തർപ്രദേശ് ഭരണകൂടം അറിയിച്ചു. മഹാരാജ്ഗഞ്ചിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് പ്രശാന്ത് കുമാറിന്റെ നേതൃത്വത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ ഈ ഗഡ്ക, അതുപോലെ തന്നെ ദർജാനിയ, ട്രെയിൻ ഫോർട്ട് തുടങ്ങിയ നദീതീരങ്ങളിൽ ക്യാമ്പ് ചെയ്ത സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. അപകട സാധ്യതയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നദികളിലേക്ക് ഇറങ്ങരുത് എന്ന് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അതുപോലെ തന്നെ ഖുഷിനഗറിൽ നാരായണി എന്നറിയപ്പെടുന്ന ഈ ഗഡ്ക നദിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ജില്ലാ മജിസ്ട്രേറ്റ് മഹേന്ദ്ര സിംഗ് തൻവാർ, SP കേശവ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അതിർത്തി ഗ്രാമങ്ങളിലും വാൽമീകി നഗർ ബാരേജിലും പരിശോധന നടത്തി.
ബീഹാറിലെ വാൽമീകി നഗർ ബാരേജിന്റെ 36 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. നദിയിലേക്കുള്ള ഒഴുക്ക് യാത്രയോടെ 1.42 ലക്ഷം ക്യൂസെക്സ് ആയി ഉയർന്നു. ദുരന്തബാധിതർക്കായി ഈ സമാജ്വാദി പാർട്ടി ബൽറാംപൂരിൽ അനുശോചന യോഗം ചേരുകയും ദുരിതാശ്വാസ സാമഗ്രികൾ അയക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കാർക്കായി NDRF ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നേപ്പാളിൽ തെരച്ചിൽ നടത്തിവരികയാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധന സിംഗ് അറിയിച്ചു. പ്രദേശത്ത് SDRF പ്രൊഫഷൻ ആൻഡ് ആംഡ് കോൺസ്റ്റബിളറായി സംഘങ്ങളെ അടിയന്തര സഹായങ്ങൾക്കായി വിന്യസിച്ചിട്ടുണ്ട് എന്ന വിവരവും ലഭിക്കുകയാണ്.